ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന കേരള PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഈ ഒരു ഒറ്റ വീഡിയോയിൽ വരാനിരിക്കുന്ന പരീക്ഷയിൽ ചുരുങ്ങിയത് ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്തെൽ, അതുപോലെ ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷിമോൻ സക്കാഗുച്ചി എന്നിവരാണ്. ഓർത്തുവെക്കുക. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? US ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്തെൽ, ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷിമോൻ സക്കാഗുച്ചി എന്നിവരാണ്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് മൂവർക്കും 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? US ശാസ്ത്രജ്ഞനായ മേരി ഇ ബ്രോങ്കോവ്, ഫ്രെഡ് റംസ്തെൽ, ജപ്പാൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷിമോൻ സക്കാഗുച്ചി എന്നിവരാണെന്ന് ഓർത്തുവെക്കുക. മൂവർക്കും എന്തിനാണ് 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് പുരസ്കാരം എന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ക്ലാർക്ക്, ഫ്രാൻസിൽ നിന്നുള്ള മിഷേൽ എച്ച് ഡെവോറൈറ്റ്, US നിന്നുള്ള ജോൺ M മാർട്ടിനിസ് എന്നിവർക്കാണ്. ഓർത്തുവെക്കുക. 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ബ്രിട്ടനിൽ നിന്നുള്ള ജോൺ ക്ലാർക്ക്, ഫ്രാൻസിൽ നിന്നുള്ള മിഷേൽ എച്ച് ഡെവോറൈറ്റ്, US നിന്നുള്ള ജോൺ M മാർട്ടിനിസ് എന്നിവരാണെന്ന് ഓർത്തുവെക്കുക. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് മൂവർക്കും 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ 2025 ഭൗതികശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ, മിഷേൽ എച്ച് ഡെവോറൈറ്റ് ഫ്രാൻസ്, ജോൺ M മാർട്ടിനിസ് US എന്നിവരാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ, ഒമർ M യാഗി US. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ബ്രിട്ടൻ, ഒമർ M യാഗി US. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നാരായണ ഭട്ടതിരി. ഓർത്തുവെക്കുക. വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരനാണ് നാരായണ ഭട്ടതിരി. ഇതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റാണ്, തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാലിഗ്രാഫി ഗാലറിയാണ് കച്ചടത്തപ്പ. ഓർത്തുവെക്കുക. തിരുവനന്തപുരത്ത് അദ്ദേഹം സ്ഥാപിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാലിഗ്രാഫി ഗാലറിയാണ് കച്ചടത്തപ്പ. അപ്പോൾ വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നാരായണ ഭട്ടതിരിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ 2025 അവാർഡ് നേടിയത് ആരാണ്? പ്രശസ്ത ചെണ്ട വിദ്വാനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണെന്ന് ഓർത്തുവെക്കുക. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ 2025 അവാർഡ് നേടിയത് ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അദ്ദേഹം പ്രശസ്ത ചെണ്ട വിദ്വാനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമാണെന്ന് ഓർത്തുവെക്കുക. കഥകളിയുടെ മേളപദം ശാഖയ്ക്കും കേരളീയ താളവാദ്യ കലകൾക്കും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. അപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ അവാർഡ് നേടിയത് ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണെന്ന് ഓർത്തുവെക്കുക. 25,000 രൂപയും വെള്ളിയിൽ തീർത്ത വലംപിരി ശംഖും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് 2025 നേടിയ ട്രിപ്പിൾ ജമ്പ് താരം ആരാണ്? എൽദോസ് പോൾ. ഓർത്തുവെക്കുക. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് 2025 നേടിയ ട്രിപ്പിൾ ജമ്പ് താരമാണ് എൽദോസ് പോൾ. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള മികവും ട്രിപ്പിൾ ജമ്പിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങളും പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നത്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ്
പുരസ്കാരം. ഓക്കെ, അതോടൊപ്പം 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ ആദ്യ മലയാളി കൂടിയാണ് എൽദോസ് പോൾ എന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിന് രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ചത് ഏതു വർഷമാണ്? 2022 കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, രാജ്യം അർജുന അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത് 2022 കൂടി ഇതോടൊപ്പം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. ഓക്കെ, ഓർത്തുവെക്കുക. രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. പ്രപഞ്ചശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് മരണാനന്തരമായി നൽകി ആദരിച്ചത്. അദ്ദേഹം 2025 മെയ്യിൽ അന്തരിച്ചതിനെ തുടർന്നാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? നിനവ്. ഓക്കെ, ഓർത്തുവെക്കുക. കുട്ടികൾക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് നിനവ്. നെക്സ്റ്റ്, 2026 ജനുവരി 1 മുതൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യം ഏതാണ്? ബൾഗേറിയ. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ജനുവരി 1 മുതൽ യൂറോ ഔദ്യോഗിക നാണയമായി സ്വീകരിച്ച യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമാണ് ബൾഗേറിയ. ഈ ഒരു മാറ്റത്തോടെ യൂറോപ്യൻ യൂണിയനിലെ യൂറോ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോ സോണിലെ 21ാമത്തെ അംഗരാജ്യമായി ബൾഗേറിയ മാറി എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, എന്താണ് ഈ ഒരു മാറ്റത്തോടെ യൂറോപ്യൻ യൂണിയനിലെ യൂറോ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോ സോണിലെ 21ാമത്തെ അംഗരാജ്യമായി ബൾഗേറിയ മാറി എന്നുകൂടി ഓർത്തുവെക്കുക. ഇതിനു മുൻപ് ബൾഗേറിയയിൽ നിലവിലുണ്ടായിരുന്ന ഔദ്യോഗിക നാണയത്തിൻ്റെ പേരെന്തായിരുന്നു? ബൾഗേറിയൻ ലെവ് എന്ന് ആയിരുന്നു എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, ഇതിനു മുൻപ് ബൾഗേറിയയിൽ നിലവിലുണ്ടായിരുന്ന ഔദ്യോഗിക നാണയത്തിൻ്റെ പേരാണ് ബൾഗേറിയൻ ലെവ്. നെക്സ്റ്റ്, ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആഗോള അരി ഉൽപ്പാദനത്തിൻ്റെ 28% ഇന്ത്യയിൽ നിന്നാണ്. ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചൈനയെ പിന്നിലാക്കിയാണ് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണെന്ന് ഓർത്തുവെക്കുക. 2ാം സ്ഥാനത്ത് ഗുജറാത്തും 3ാം സ്ഥാനത്ത് ഹരിയാനയുമാണെന്ന് ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്ത കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അതായത് 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് 2 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ ദുബ്ബിഗനിപ്പള്ളി എന്ന ഗ്രാമപഞ്ചായത്തുമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 6ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്ത കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്ത്. ആന്ധ്രാപ്രദേശിലെ അന്നമയ്യ ജില്ലയിലുള്ള ദുബ്ബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തുമായിട്ടാണ് പായം ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പുരസ്കാരം പങ്കിട്ടത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ലഡാക്കിലെ ഗാൽവാൻ വാലി എന്ന സ്ഥലത്താണ്. ഓക്കെ, ഓർത്തുവെക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് ലഡാക്കിലെ ഗാൽവാൻ വാലി എന്ന സ്ഥലത്താണ്. 2020 ജൂൺ 15 ചൈനീസ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച 20 ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായാണ് ഈ ഒരു സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? ലഡാക്കിലെ ഗാൽവാൻ വാലി എന്ന സ്ഥലത്താണെന്ന് ഓർത്തുവെക്കുക.
നെക്സ്റ്റ്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഓർത്തുവെക്കുക, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജ്യത്തെ ആകെ കർഷക ആത്മഹത്യകളുടെ 38.5% കർഷക ആത്മഹത്യയും മഹാരാഷ്ട്രയിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയാണ് ആത്മഹത്യ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത മറ്റ് സംസ്ഥാനങ്ങൾ. വിളനാശം, കടബാധ്യത, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയവയാണ് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്നതാണ് റിപ്പോർട്ട്. ഓക്കെ, ഓർത്തുവെക്കുക. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അതായത് NCRBയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ ദേശീയപാത ഏതാണ്? NH45. ഓക്കെ, ഓർത്തുവെക്കുക, ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ ദേശീയപാതയാണ് NH45. മധ്യപ്രദേശിലെ ഭോപ്പാൽ ജബൽപൂർ സെഷനിലുള്ള ഹിരൺ സിന്ദൂർ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വന്യജീവികൾ റോഡ് മുറിച്ചു കടക്കുന്ന മേഖലകളിൽ ഡ്രൈവർമാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ടേബിൾ ടോപ്പ് റെഡ് റോഡ് മാർക്കിങ്സും ഇന്ത്യയിൽ ആദ്യമായി ഇവിടെയാണ് നടപ്പിലാക്കിയത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ ദേശീയപാത ഏതാണ്? NH45 ആണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? റസൂൽ പൂക്കുട്ടി. ഓക്കെ, ഓർത്തുവെക്കുക, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടിയാണെന്ന് ഓർത്തുവെക്കുക. അതോടൊപ്പം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? കുക്കു പരമേശ്വരനാണെന്ന് കൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് റസൂൽ പൂക്കുട്ടി, വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് കുക്കു പരമേശ്വരനുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇ സന്തോഷ് കുമാർ. ഓക്കെ, ഓർത്തുവെക്കുക, 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. ഓക്കെ, 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ 2025 49ാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇ സന്തോഷ് കുമാറാണെന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന നവി മുംബൈ വിമാനത്താവളമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? മഹാരാഷ്ട്രയിലെ നവി മുംബൈ വിമാനത്താവളമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ഓക്കെ, ഓർത്തുവെക്കുക, 2025 സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. ഓക്കെ, 5,00,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2025 സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അഥവാ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണെന്ന് ഓർത്തുവെക്കുക. സാധാരണ അഗ്നിപർവ്വതങ്ങൾ ലാവ പുറന്തള്ളുമ്പോൾ ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോ ചെളിയും വെള്ളവും അടങ്ങുന്ന മിശ്രിതമാണ് പുറന്തള്ളുന്നത്. ഇതോടൊപ്പം വലിയൊരളവിൽ പ്രകൃതിവാതകങ്ങളും പൊതുവെ കാണപ്പെടാറുണ്ട്. ഓക്കെ, അഗ്നിപർവ്വതങ്ങളെ പോലെ തീയോ ചൂടോ പുകയോ ഇവയ്ക്ക് പൊതുവെ ഉണ്ടാകാറില്ല എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം അല്ലെങ്കിൽ മഡ് വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാതാങ്ങിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മധുവനം പദ്ധതി. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതിയാണ് മധുവനം പദ്ധതി.
വന്യജീവികൾ പ്രത്യേകിച്ച് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനാതിർത്തികളിലും കൃഷിയിടങ്ങളിലും തേനീച്ചക്കൂടുകൾ കൊണ്ട് ജൈവവേലി ഒരുക്കുന്ന ഒരു പദ്ധതിയാണിത്. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതോടൊപ്പം ആദിവാസി സമൂഹങ്ങൾക്കും വനാശ്രിതർക്കും തേൻ ഉൽപ്പാദനത്തിലൂടെ സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഒരുക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മധുവനം പദ്ധതിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് എന്താണ്? ട്രിയോണ്ട. ഓക്കെ, ഓർത്തുവെക്കുക. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രിയോണ്ട. കാനഡ, മെക്സിക്കോ, US എന്നീ 3 ആതിഥേയ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്പാനിഷ് ഭാഷയിൽ 3 തരംഗങ്ങൾ എന്നർത്ഥം വരുന്ന പേരാണ് ട്രയോണ്ട എന്ന് പറയുന്നത്. അഡിഡാസ് നിർമ്മിച്ച ഈ ഒരു പന്തിൽ വെറും 4 പാനലുകൾ മാത്രമാണുള്ളത്. പന്തിൽ ആതിഥേയ രാജ്യങ്ങളുടെ നിറങ്ങളായ ചുവപ്പ്, പച്ച, നീല എന്നിവയും കാനഡയുടെ മേപ്പിൾ ഇല, മെക്സിക്കോയുടെ കഴുകൻ, അമേരിക്കയുടെ നക്ഷത്രം എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പന്തിൻ്റെ ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ 500 ഹെർട്സിൻ്റെ കണക്റ്റബിൾ ടെക്നോളജിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. അപ്പോൾ 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് എന്താണ്? ട്രിയോണ്ട. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ആദി സംസ്കൃതി. ഓക്കെ, ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി. കേന്ദ്ര ഗോത്ര കാര്യ മന്ത്രാലയം വികസിപ്പിച്ച ഈ ഒരു പ്ലാറ്റ്ഫോം ആദിവാസി പൈതൃകവും അറിവും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ലോകത്തിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സംരംഭമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഏതാണ്? ആദി സംസ്കൃതിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോട്. ഓക്കെ, ഓർത്തുവെക്കുക. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടമാണ് കോഴിക്കോട്. രക്ഷിതാക്കൾക്ക് തന്നെ വീട്ടിലിരുന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ചെയ്യാനുള്ള തെറാപ്പികൾ, അതുപോലെ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവയുടെ വീഡിയോകൾ, തെറാപ്പിയുടെ പുരോഗതി വിലയിരുത്താനുള്ള ടൂളുകൾ എന്നിവയും ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. തെറാപ്പിസ്റ്റുകൾ, ഡോക്ടർമാർ, കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് സെൻ്ററുകൾ എന്നിവയുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളും ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. ആപ്പ് വരുന്നതോടെ ഭിന്നശേഷിക്കാർക്ക് ഇടയ്ക്കിടെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാനും അതുവഴി പണവും അധ്വാനവും സമയവും ലാഭിക്കാനുമാകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സഹമിത്ര ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ്? കോഴിക്കോടാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. 75,000 രൂപയും പ്രശസ്തി പത്രവും പത്മരാഗ കല്ല് പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവെക്കുക. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരമാണെന്ന് ഓർത്തുവെക്കുക. അതുകൊണ്ട് തന്നെ പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് സ്വർണ്ണ കപ്പും തിരുവനന്തപുരത്തിനാണ് ലഭിച്ചത് എന്നുകൂടി ഇതോടൊപ്പം ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് ആരാണ്? മലപ്പുറമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് മലപ്പുറം. അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരവും അത്ലറ്റിക് ചാമ്പ്യന്മാരായത് മലപ്പുറമാണെന്ന് ഓർത്തുവെക്കുക. തമ്മിൽ മാറിപ്പോകരുത്.